ഗൈസ്, അങ്ങനെ ചായയും കാപ്പിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് 4 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വ്ളോഗ് എന്ന പേരിടിയിലും കഴിഞ്ഞു. നമ്മൾ കാർ അൺലോക്ക് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന പെൺഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായിട്ട് പറയുന്നു പാട്ടുകൾ കയറ്റണം എന്ന്. ഞാൻ കയറ്റുന്ന പാട്ടൊന്നും അതിലോട്ട് വരുന്നില്ല. ലാപ്പിലാണെങ്കിൽ ഉണ്ടെന്നും കാണിക്കും. എന്താണോ അപ്പം എനർജിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച നൂഡിൽസും കാപ്പിയും അങ്ങ് കുടിച്ചു. പിന്നെ ഡിസ്ക്ലെയിമർ, ഞാനൊരു സീരിയൽ പ്രാന്തിയൊന്നും അല്ല കേട്ടോ. പിന്നെ അമ്മ വെക്കുമ്പം ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ് ഞാനും പോയിരുന്ന് കാണും. അങ്ങനെ പാട്ട് ഓക്കെ ആണോ എന്നറിയാൻ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കിയത് എന്നിലെ കലാകാരി ഉണർന്നു. അങ്ങനെ കണ്ടുവച്ച പാട്ടൊക്കെ കുത്തിക്കയറ്റി കാറിൽ പെൺഡ്രൈവ് തിരികെ വെച്ചു. വേഗം നമ്മളൊരു കുളി പാസ്സാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കാരണം സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഓർക്കും വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാ ഇത്ര ഒരുങ്ങുന്നത്? എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഒരുങ്ങാറില്ല, വീഡിയോ എടുക്കണതുകൊണ്ട് ഒരുങ്ങുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരുവരുണ്ട്, ചത്ത് കിടന്നാലും ചമഞ്ഞെടുക്കണം എന്നാണല്ലോ, അതായിട്ട് ഇനി കുറയ്ക്കണ്ട. അങ്ങനെ നമ്മൾ കൺമഷിയും കാര്യങ്ങളും ഒക്കെ വാരിക്കോരി തേച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുടി അപ്പത്തേനും ഡ്രൈ ആയി. സോ നമ്മൾ മുടിയും ഇങ്ങനെ അയച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സുഖത്തിനും ഒരു സംതൃപ്തിക്കും വേണ്ടിയാണ് ഗൈസ്. എന്താന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരുങ്ങി കഴിയുമ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ് കേട്ടോ. ആ കുളിയോട് കൂടി വന്നുള്ള ഒരുക്കവും കാര്യങ്ങളൊക്കെ. അപ്പത്തേനും 6 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിളക്ക് കത്തിക്കാനുള്ള സൈറൻ അമ്മയിൽ നിന്നും മുഴങ്ങി. അങ്ങനെ ആദ്യം കിണ്ടിയിൽ വെള്ളം മാറ്റുക, അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. അതിനായിട്ട് നമ്മൾ വെള്ളം മാറ്റി അതിനുശേഷം കുറച്ച് തുളസി കതിര് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ വിളക്ക് വേഗം കത്തിച്ചു വിട്ടോ. വിളക്ക് കത്തിച്ചപ്പോൾ തന്നെ 1-2 നാമങ്ങൾ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യനാമം എന്നൊരു പ്രോസസ്സിലോട്ട് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ചുമ്മാ വെളിയിരുന്നപ്പം നമ്മുടെ അമ്മുമ്മ വന്നപ്പോൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്ന ഉപ്പിലിട്ട നെല്ലിക്കയാണ് കേട്ടോ. അപ്പം അത് ഞാനും അമ്മയ്ക്കും കൂടെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുകയാണ്. അമ്മയാണ് അബികൃഷ്ണൻ്റെ വീഡിയോ ആണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പണി ഞാൻ തന്നെ ചോദിച്ചു മേടിച്ചു. ഞാൻ കൊണ്ടുവന്ന ആ ഉപ്പിലിട്ട നെല്ലിക്ക ഞാൻ തന്നെ തട്ടി താഴെ കളഞ്ഞു. ആ വെള്ളമെല്ലാം അവിടെ തൂക്കേണ്ടി വന്നു. നമ്മൾ തൂത്തു. ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റൂല്ലോ എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നില്ലായിരുന്നു. പറഞ്ഞൊന്നുമില്ല, പിന്നെ ഞാനങ്ങ് ചെയ്തതന്നേ ഉള്ളൂ.